നമസ്കാരം. ഓരോ ദിവസം കഴിയും തോറും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഗുരുതരമായിട്ടുള്ള മൊഴികൾ ഇനിയും അഫാൻ പല ആളുകളെയും ഹിറ്റ് ലിസ്റ്റിൽ അടക്കം ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതായിരുന്നു. അതേറെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. ഇപ്പോൾ അഫാൻ മാത്രമല്ല, ഈ അഫാന്റെ ഉപ്പ റഹീം ഈ ഒരു വാർത്ത അറിഞ്ഞ് കഴിഞ്ഞ ഈ കൊലപാതകം നടന്ന് 1-2 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം അവരുടെ വീട്ടിലുണ്ടായിരുന്ന പല സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബമടക്കം തകർന്നിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയെക്കുറിച്ചെല്ലാം അദ്ദേഹം പതുക്കെ പതുക്കെ പ്രതികരിച്ചു തുടങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല, ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. കാരണം നമുക്ക് കാര്യം മനസ്സിലാവും, അദ്ദേഹം അത്രയേറെ തകർന്ന ഒരു അവസ്ഥയിലാണ്. ആ സമയത്ത് അവരുടെ സ്വകാര്യത മാനിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യങ്ങളും ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവർക്കുണ്ടായിരുന്ന പല പ്രശ്നങ്ങളെ കുറിച്ചും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ഇടപാടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ അദ്ദേഹം ഒരു ബാങ്ക് മാനേജർക്കെതിരെ, വെഞ്ഞാറമൂടുള്ള ഒരു ബാങ്കിലെ മാനേജർക്കെതിരെ ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ആണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ ഒരു വെളിപ്പെടുത്തൽ, അദ്ദേഹം റഹീം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ? അതായത് ഇവര് ഈ അമ്മയും മകനും, അതായത് അഫാനും അതുപോലെ തന്നെ ഷെമിയും കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് പണം ഈ കൊലപാതകത്തിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഈ പണം സംഘടിപ്പിക്കാൻ നെട്ടോട്ടോടിയിരുന്നു. അതായത് കൊലപാതകം നടക്കുന്ന ഒരു തലേ ദിവസം ഒരു ബന്ധു വീട്ടിൽ പോയി പൈസ ചോദിച്ചിരുന്നു. ആ കൊലപാതകം നടക്കുന്ന ദിവസവും ഈ ഷെമി വിളിച്ചിട്ട് കുറച്ച് പൈസ ഒപ്പിച്ചു തരാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ആക്രമണം എന്താണ്, അല്ലെങ്കിൽ അന്ന് അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെടാൻ കാരണം എന്താണ് എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം എന്ന് വേണം നമുക്ക് കരുതാൻ, അത്തരത്തിലുള്ള ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീം ഒരു സ്വകാര്യ മാധ്യമത്തോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർക്കെതിരെ നടത്തിയിരിക്കുകയാണ്. അതായത് ഇവര് 15 ലക്ഷത്തോളം ഹൗസിംഗ് ലോണ് വാങ്ങിയിരുന്നു. അപ്പൊ അത് അടച്ചിരുന്നു, പക്ഷെ കുറച്ചുകൂടി തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു. അത് പെരുകി, അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പണം അടയ്ക്കാതെ വരുമ്പോൾ ഒരു വർധനം ഉണ്ടാവുമല്ലോ, ഒരു പലിശയൊക്കെ അടയ്ക്കുക, അങ്ങനെ ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഈ കടം കൂടി എന്ന് താൻ കരുതുന്നു. അപ്പൊ ഈ പണം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അസിസ്റ്റന്റ് ബാങ്ക് മാനേജർ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഷെമിയെ വിളിച്ചിങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ആ അബ്ദുൾ റഹീം പറയുന്നുണ്ട്, അതായത് അടയ്ക്കാനുള്ള പൈസ തന്നെയാണ്, ഞങ്ങൾ അടയ്ക്കേണ്ടത് തന്നെയാണ്, എങ്കിൽ പോലും ഒരു സാവകാശം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അതുപോലും നൽകാതെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് മാറിയിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു കുടുംബം ഇപ്പൊ കടന്നു പോകുന്ന സാഹചര്യം അറിയാം. വളരെ മാനസികമായിട്ടും മറ്റ് സാമ്പത്തികമായിട്ടും ഒക്കെ തളർന്നിരിക്കുന്ന, എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് ഇപ്പോ അബ്ദുൾ റഹീം എന്ന മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ബാങ്കിൽ പോയപ്പോ ഈ ബാങ്ക് മാനേജർ അദ്ദേഹത്തോട് ചോദിക്കുകയാണെന്ന്, അതായത് ഞാൻ പറഞ്ഞിട്ടാണോ അഫാൻ കൊന്നത് എന്ന ഒരു ചോദ്യം ഈ പിതാവിനോട് ചോദിച്ചു എന്ന്. അപ്പൊ ഇദ്ദേഹം വൈകാരികമായിട്ട് തന്നെ പ്രതികരിച്ചു. അതായത് നിങ്ങൾ കാരണമാണ് എന്റെ ജീവിതം നശിച്ചത്, ഈ രീതിയിലെല്ലാം ആയതെന്ന് ഇദ്ദേഹം വൈകാരികമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരുപക്ഷെ ഇപ്പൊ ഈ റഹീമിനോട് ഈ ബാങ്ക് മാനേജർ ഇങ്ങനെ പ്രതികരിച്ചു, പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടുകാരോടും ഈ ഉമ്മയോടും ഷെമിയോടും അതുപോലെ തന്നെ അഫാനോടും ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടാവായിരിക്കാം, ഈ ബാങ്ക് മാനേജർ പ്രതികരിച്ചിട്ടുണ്ടാവായിരിക്കാം എന്ന് നമുക്ക് തോന്നുന്നു. ഈ പൈസയുടെ പേര് പറഞ്ഞിട്ട് ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിരന്തരം ശല്യം, സമ്മർദ്ദം കാരണമായിരിക്കണം അവർ നെട്ടോട്ടം മൂടിയതും ലാസ്റ്റ് ഗതികെട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയതും എന്ന് വേണം ഈ അബ്ദുൾ റഹീം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ വീട് ജപ്തി ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേപ്പർ ഷെമിയിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയിരുന്നു ഇവർ എന്നും അബ്ദുൾ റഹീം പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹം ഇപ്പൊ ഈ ഇടയ്ക്ക് അറിഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വളരെ സാമ്പത്തിക ബാധ്യത, ആ ഒരു സാമ്പത്തിക ബാധ്യതയെ നിന്നും സാമ്പത്തിക ബാധ്യതയാണ് താൻ ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ കാരണമെന്ന് അഫാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അന്ന് സംഭവിച്ചത് എന്നതിലേക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. മാത്രമല്ല, ഇപ്പോ ഷെമീനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ് എന്നറിയാൻ സാധിച്ചു. എന്തായാലും നമുക്കറിയാം, ആ ഒരു വീട്ടിലോട്ട്, ആ ഒരു കൊലപാതകം നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഷെമി അടക്കം ആക്രമിക്കപ്പെട്ടിട്ടുള്ള തന്റെ ചെറിയ മകനും അതുപോലെ തന്നെ ഈ അഫാന്റെ പ്രണയിനിയായിട്ടുള്ള ഫർസാനയൊക്കെ
കൊല്ലപ്പെട്ട ആ വീട്ടിലേക്ക് എന്തായാലും ചെല്ലാനായിട്ട് സാധിക്കില്ല എന്നറിയാം. ഇപ്പോൾ എന്താണ് ഇനിയിപ്പോ അവരെ നേരെ എങ്ങോട്ടാണ് ഷെമിയെ മാറ്റുന്നത്? അവരുടെ പരിക്കൊക്കെ ഭേദമായി വരികയാണെന്നുള്ള ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത കൂടിയാണ് ഈ ഡിസ്ചാർജ് ആവുന്നതിലൂടെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവരെ ഇനി എങ്ങോട്ടാണ് മാറ്റുന്നത്? അവരുടെ ബാക്കിയുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഷെമി ഇപ്പോ ആരോഗ്യം ഭേദമായി വരുന്നു. അപ്പോ കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീം പറഞ്ഞത് സംസാരിക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കുമ്പോൾ താടിയെല്ലൊക്കെ മുറിവേറ്റിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുന്ന വ്യക്തത ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ആയി. അപ്പൊ ഡിസ്ചാർജ് ആയപ്പോ ഈ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ തന്നെ അവര് ആ വീട്ടിലേക്ക്, ആ ഒരു ഭയാനകമായ അന്തരീക്ഷം, എന്നാൽ ആ വീട്ടിലേക്ക് അവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോ ബന്ധുക്കൾ ആരും ഉൾക്കൊള്ളുന്നില്ല എന്ന തരത്തിലാണ് പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ കെയർ ഹോമിലേക്കാണ് ഇപ്പോൾ ഷെമിയെ മാറ്റിയിരിക്കുന്നത്. അത് വെഞ്ഞാറമ്മൂട് തന്നെയുള്ള ഒരു കെയർ ഹോമിലേക്ക് ഇപ്പോൾ ഷെമിയെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കുറെ കൂടി കാലം കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഷെമീന്റെ ഒരു സ്ഥിതിക്ക് ഒരു മാറ്റം വരും. അപ്പൊ ഷെമിയുടെ മൊഴിയെടുക്കൽ വളരെയധികം നിർണായകമാണ്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ കുറെ കാര്യങ്ങൾ വ്യക്തത വരുത്താൻ, സാമ്പത്തിക ഇടപാട്, ചിട്ടിയൊന്നും അബ്ദുൾ റഹീമിന് അറിയില്ല. ചിട്ടി നടത്തിയിരുന്ന കാര്യമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ എന്തായിരുന്നു ചിട്ടി, ആരൊക്കെ ആയിട്ടായിരുന്നു ചിട്ടി, എന്തായിരുന്നു ചിട്ടീന്റെ ഇതിൽ സംഭവിച്ചത്? അപ്പോ ഈ ഇത്രയും വലിയ കടം അബ്ദുൾ റഹീമിന് ഇപ്പോഴും നിസ്സഹായനാണ്. ഇത്രയധികം കടം വരാൻ എന്താണ് കാരണം എന്ന് അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ആ 15 ലക്ഷത്തിന്റെ, ബാങ്കിൽ നിന്ന് എടുത്ത 15 ലക്ഷവും പിന്നെ തട്ടത്തുമല വീട്ടിലെ ഒരു ബന്ധുവിന്റെ 4.5 ലക്ഷം രൂപ, ഈ ഒരു കടം മാത്രമേ അദ്ദേഹത്തിന് അറിയാവൂ. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അറിയുന്നത് തന്റെ കുടുംബത്തിന് ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപയുടെ കടം ഉണ്ട് എന്നാണ്. അപ്പൊ ഇത്രയും ലക്ഷത്തോളം കടം വരാൻ എന്താണ് സംഭവിച്ചതെന്ന് അബ്ദുൾ റഹീമിനും അറിയില്ല. അപ്പോ അഫാനും വിട്ട് ഒന്നും പറയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഷെമിക്ക് മാത്രമേ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഷെമി സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എഴുതിയിരുന്ന ഒരു ഡയറി വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഷെമിയുടെ മൊഴി എടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷെമി നേരത്തെ പറഞ്ഞത് അറിയാലോ, അതായത് താൻ കട്ടിലിൽ നിന്ന് വീണാണ് ഈ ഒരു പരിക്ക് തനിക്ക് പറ്റിയത് ഒരു കള്ളം എന്നാണ്. അത് മകനെ സംരക്ഷിക്കുക എന്ന രീതിയിൽ പറഞ്ഞതാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഫ്സാൻ മരിച്ചത് ഈ ഷെമിയോട് നേരത്തെ തന്നെ ബന്ധുക്കൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ തന്നെ ഷെമിയുടെ ആരോഗ്യനിലയൊക്കെ വളരെ മോശമായിരുന്നു. അപ്പൊ പതുക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി, അതായത് ഈ ബാക്കിയുള്ളവരുടെ മരണവും അതുപോലെ തന്നെ അഫാൻ മൂത്ത മകൻ ഒരു കൊലയാളിയാണ് എന്ന വിവരവും ഒക്കെ പതുക്കെ പറയാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഷെമീനോട് എല്ലാം പറഞ്ഞു. അബ്ദുൾ റഹീം തന്നെയാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയും പേര് കൊല്ലപ്പെട്ടു, അഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത്, അഫ്സാനെയും കൊലപ്പെടുത്തിയത് അഫാൻ തന്നെയാണ് എന്ന കാര്യമൊക്കെ അബ്ദുൾ റഹീം ഷെമിയോട് പറഞ്ഞു. അപ്പോ ഇത് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ, ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസിക അവസ്ഥയിലാണ് ഷെമി ആയിരിക്കുന്നത്. അത് ആ അമ്മയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്റെ മകൻ അഫാൻ ഇത്രയും വലിയ കൊലകൾ ചെയ്തോ, അത് അവ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് ആ അമ്മ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിലവില് നമുക്കറിയാൻ കഴിയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്, ഈ ഒരു അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു റഹീം പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ അദ്ദേഹം നാട്ടിലില്ല, വർഷങ്ങളായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ യഫാൻ സ്വന്തം അനിയനെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ്, ഒരു ചേട്ടൻ, ഇവര് നല്ല ഒരു 10 വയസ്സിന്റെ ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ സ്വന്തം അനിയനെ ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്നെല്ലാം നല്ലപോലെ നോക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോട് പോയിക്കൊണ്ടിരുന്ന കുടുംബമാണ്. അത് പെട്ടെന്നെല്ലാം മാറി മറിയുകയാണെന്ന് റഹീം പ്രതികരിച്ചിട്ടുണ്ട്. അതെ, അത് സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളെ പോലെ വളരെ സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു അവരുടേത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോവിഡിന് ശേഷമാണ് ശരിക്കും എല്ലാം മാറി മറിഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായത് ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു കോവിഡ് കാലം തീർത്തത്. അപ്പൊ ഇവരുടെ കുടുംബത്തിനും കോവിഡ് ഒരു വില്ലനായി മാറി. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു, ബിസിനസ്സിലൊക്കെ വലിയ നഷ്ടം ഉണ്ടാകുന്നു. പക്ഷെ എങ്കിൽ പോലും ചിലവിനുള്ള പണമൊക്കെ താൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം ആ ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോ അതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് അറിയാത്തത്. ഇത്രയും വലിയ ഒരു കടത്തിലേക്ക് തന്റെ കുടുംബം എങ്ങനെ നീങ്ങി എത്തി എന്ന് അദ്ദേഹത്തിന് ഒരു എത്തും പിടിയില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ആയിരിക്കുന്നത്. അപ്പോ മാത്രമല്ല ഈ അഫാൻ പബ്ജി ഗെയിം കളിച്ചിരുന്നു അന്ന് ആ ഒരു കാര്യം തനിക്ക് അറിയായിരുന്നു. അതല്ലാതെ മകനും മോശമാണ് എന്നൊന്നും അറിയില്ല. അതുമല്ല അഫ്സാനെയും അഫാനെയും നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അഫാനാണെങ്കിൽ ഒരു കുറവും വരുത്തിയിരുന്നില്ല അഫ്സാന്. താനില്ലെങ്കിൽ തന്റെ സാന്നിധ്യം ഇല്ലായ്മ അത് നികത്തിക്കൊണ്ടാണ് അഫ്സാനെ നോക്കിയിരുന്നത് എന്നാണ് ഈ പിതാവിന് അറിയാവുന്നത്. പക്ഷെ ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യത്തില് ഒരു വ്യക്തതയില്ല.
മാത്രമല്ല ഈ ഫർസാനയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ആ ഫർസാനയുടെ കുടുംബത്തെ കാണണമെന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും ആ കുടുംബം ഇതുവരെയും നമ്മള് സ്വകാര്യതയൊക്കെ മാനിച്ചിട്ടാണ് അവരുടെ അടുത്തേക്ക് നമ്മൾ ആരും അങ്ങനെ എത്തിയിട്ടില്ല. അപ്പൊ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. കാരണം മകളുടെ അച്ഛനും അമ്മയും അതെങ്ങനെ താങ്ങുന്നു എന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരെ ഒന്ന് പോയി കാണണം എന്ന് അബ്ദുൾ റഹീം ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു അറിയാം സ്വന്തം മകനാണ് അവരെ കൊലപ്പെടുത്തിയത്, അവരുടെ മകളെ കൊലപ്പെടുത്തിയത്. പക്ഷെ അവരെ ഒന്ന് കാണണമെന്ന ആഗ്രഹം അബ്ദുൾ റഹീം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായാലും അവിടെയും തീർച്ചയായിട്ടും ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ അവരെ കാണാനായിട്ട് സമ്മതിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ അഫാൻ ഇപ്പൊ ജയിലിലാണ്, അല്ലെങ്കിൽ ഇപ്പൊ അടുത്തുള്ള തെളിവെടുപ്പ് നടപടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കി. അതിനുശേഷം കിളിമാനൂർ പോലീസ് ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി അടുത്ത് വെഞ്ഞാറമൂട് പോലീസ്, അതായത് ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് ഇനി കസ്റ്റഡി വാങ്ങി തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് അടുത്ത നീക്കങ്ങൾ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾക്ക് തെളിവെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അഫാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. യാതൊരു നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാതൊരു കൂസലും ഇല്ല, യാതൊരു ഭാവമാറ്റവും ഇല്ല. താൻ ചെയ്ത കൊലകളിൽ യാതൊരു മനസ്താപവും ഇല്ലാതെ ചെയ്തതെല്ലാം ഒരു കണ്ണിച്ചോര ഇല്ലാതെ വിവരിക്കുകയാണ് അഫാൻ. കല്ലാംകുറ്റി പോലെ നിന്ന് ആ കാര്യങ്ങൾ ഇങ്ങനെ വിവരിക്കുകയാണ് അഫാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ തെളിവെടുപ്പിനിടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ തെളിവെടുപ്പായിരുന്നു. പ്രത്യേകിച്ച് ഈ ലത്തീഫിനെ കൊലപ്പെടുത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഫോണും അതുപോലെ തന്നെ കാറിന്റെ കീയും ഒക്കെ എടുത്തുകൊണ്ട് പോയി അടുത്തുള്ള കുഴിയിലൊക്കെ എറിഞ്ഞിരുന്നു. അതെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയുണ്ടായി, തെളിവെടുപ്പിനിടെ കണ്ടെത്തുകയുണ്ടായി. പിന്നെ മാത്രമല്ല തെളിവെടുപ്പൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതി ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. ഏതായാലും ഇതുവരെയുള്ള ഈ ഒരു കേസിന്റെ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇപ്പോൾ പുതിയ ഒരു പേരും കൂടിയാണ്, ഈ ബാങ്ക് മാനേജറുടെ പേരും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് വരുന്നത്. കാരണം ഗുരുതര ആരോപണമാണ്. കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ റഹീം അടക്കം ചെന്നപ്പോൾ ഇത്തരത്തിലാണ് പ്രതികരിച്ചത് എന്നുള്ള. സ്വാഭാവികമായിട്ടും നമുക്ക് ബാങ്ക് മാനേജറിന്റെ കടമയാണ്, അതായത് പണം ചോദിക്കുക, അത് കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കുക, അത് സ്വാഭാവികം. പക്ഷെ അവരിപ്പോ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് അറിയാവുന്ന, അപ്പോൾ പോലും അവരോട് മോശമായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നു എന്നത് നമുക്ക് അംഗീകരിച്ചു അതൊരു മനുഷ്യത്വമില്ലാത്ത ഒരു കാര്യമായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആണെങ്കിലും ഇത്തരത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഭീഷണി വന്നിരുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ പിതാവായിട്ടുള്ള റഹീം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കേസിൽ ശുഭകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഷെമി ഡിസ്ചാർജ് ചെയ്ത് ഈ ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി അവർക്കും നല്ല രീതിയിൽ അവിടെ നിന്നൊരു മാനസികമായിട്ടുള്ള പിന്തുണയും അതുപോലെ ശാരീരികമായിട്ടുള്ള പിന്തുണയൊക്കെ ലഭിച്ചുകൊണ്ട് അവർ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കയറട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ അവര് പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരല് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നറിയാം. എന്നിരുന്നാലും അവരും വളരെ വേഗത്തിൽ തന്നെ ഒരു ജീവിതത്തിലേക്ക് വരട്ടെ. മാത്രമല്ല ഈ കേസിൽ ഷെമിയുടെ മൊഴിയും വളരെ നിർണായകമാണ്. കാരണം ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഷെമിക്ക് മാത്രമായിരിക്കും സാധിക്കുക. കാരണം അന്ന് അവിടെ നടന്നിട്ടുള്ള ഈ ഒരു കൊലപാതകത്തിൽ ആകെ രക്ഷപ്പെട്ടത് ഷെമി മാത്രമാണ്. അപ്പോൾ അതും ഈ ഒരു കേസിലേറെ നിർണായകമായിട്ടുള്ളതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ പോലീസ് അവരുടെ അടുത്ത് പോയിട്ട് കൂടുതൽ മൊഴി രേഖപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്തായിരിക്കും വരും മണിക്കൂറിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.